ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കിനെമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ പുതുതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിൽ അടിപൊളി കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കിനെമാസ്റ്റർ അല്ല കൈൻമാസ്റ്റർ എന്നാണ്. അപ്പോൾ ഞാനും ഇതിന് മുമ്പ് എല്ലാ വീഡിയോസിലും കൈൻമാസ്റ്റർ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാലും കമ്പനി തന്നെ കിനെമാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ പറയാമല്ലോ. പേരിലെന്ത് കാര്യം, വർക്കിലല്ലേ കാര്യം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുള്ള 5 ഫീച്ചേഴ്സുകൾ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനും കാണാം, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കിനെമാസ്റ്ററിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടൈറ്റിൽ നെയിം ആഡ് ചെയ്യാം. നേരത്തെ ഈ ഒരു ഫീച്ചർ ഇല്ലായിരുന്നു. നമുക്ക് ആദ്യം ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് മുകളിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ജസ്റ്റ് എന്ത് പ്രൊജക്റ്റ് നെയിമാണ് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. കിനെമാസ്റ്റർ ആപ്പിലൂടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് ഓരോ പ്രോജക്റ്റും സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ പുതിയ വന്ന ഫീച്ചറിൽ നമുക്ക് ഒന്നിച്ചിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് മൈ പ്രോജക്ട്സിന് നേരെ നമുക്ക് സീ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോജക്റ്റുകളും ഇവിടെ വരും. എന്നിട്ട് നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ സെലക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ പ്രോജക്റ്റുകളാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മുകളിൽ റൈറ്റ് സൈഡിലൊരു ചെറിയ ബട്ടൺ കാണാം, ഡിലീറ്റ് എന്ന. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത എല്ലാ പ്രൊജക്റ്റുകളും ഡിലീറ്റ് ചെയ്യാം. മൂന്നാമത്തെ പുതുതായിട്ട് വന്നിട്ടുള്ള ഫീച്ചറാണ് സ്ലിപ്പ് ടൂള്. നമ്മൾ വലിയ ലെയറൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്യും. നമ്മൾ ട്രിം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഭാഗത്തൊക്കെ ആയിരിക്കും ട്രിം ചെയ്യുക. തെറ്റായിട്ട് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ലെയർ കൊളാവും. എന്നാൽ ഇനി മുതൽ ആ ലെയറിനെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നടുക്കത്ത് പുതുതായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, നമുക്ക് കത്രികയുടെ അടുക്കത്ത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഈ ലെയറിൻ്റെ ഭാഗത്ത് വിരൽ കൊണ്ട് ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെയറിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്തും എൻഡിങ് ഭാഗത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതേപോലെ സ്ലിപ്പ് ടൂൾ എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. നാലാമത്തെ ഫീച്ചർ, നമ്മൾ ഒരുപാട് ലെങ്ത്ത് കൂടിയ ലെയറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനിടയിൽ ട്രിം ചെയ്തുകൊണ്ട് നമ്മൾ ട്രാൻസിഷൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ടൈമിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്മൾ ആവശ്യമുള്ള ഭാഗമൊന്നും വരുന്നില്ല. അപ്പോൾ ടൈമിങ് മാറാത്ത രീതിയിൽ നമുക്ക് ട്രാൻസിഷൻ എഫക്റ്റിന് ഒരേ സൈസിൽ ട്രാൻസിഷൻ എഫക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും ഓരോ ട്രാൻസിഷൻ എഫക്റ്റിലും. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഇടത് സൈഡിൽ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ കാണാം. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് താഴെ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷനിൽ പോവുക. ഇനി ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ട്രാൻസിഷൻ ഡ്യൂറേഷൻ എന്ന ഓപ്ഷൻ കാണാം. അതിലിപ്പോൾ 1.5 ആണുള്ളത്, നമുക്ക് 1 അല്ലെങ്കിൽ 2 എത്രയാണോ നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരേ ടൈമിങ്ങിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കിനെമാസ്റ്ററിൽ നമുക്ക് ഇനി മുതൽ വീഡിയോസ് ജിഫായിട്ടും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ എക്സ്പോർട്ടിൽ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റിൽ GIFൻ്റെ റെസൊല്യൂഷൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ GIF ആയിട്ടും വീഡിയോസൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. കിനെമാസ്റ്റർ ആപ്പിലൂടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ മാക്സിമം കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം. എല്ലാവർക്കും എത്തട്ടെ. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. അപ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.